അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനികളെ, ഒരു വ്യക്തിയുടെ ഭൗതിക പാരത്രിക വിജയത്തിന് ആ വ്യക്തിക്ക് മാതൃകയാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉദാത്ത മാതൃക കാണിച്ചു തന്ന തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഈ അടുത്ത് വന്ന ഒരു വാർത്തയാണ്. മെഡിക്കൽ സയൻസിന് പഠിക്കുന്ന വിദ്യാർത്ഥിനി മരണപ്പെട്ടപ്പോൾ ആ ഉപ്പ മയ്യത്ത് നിസ്കാരത്തിന്റെ മുന്നേ പറഞ്ഞ ഒരു വാക്കുണ്ട്: ഞങ്ങൾക്ക് അല്ലാഹു ഒരു അമാനത്ത് സൂക്ഷിക്കാൻ നൽകി, ആ അമാനത്തിനെ അല്ലാഹു തിരിച്ചെടുത്തു എന്നുള്ളത്. ഈ ഒരു ധാർമ്മിക ധൈര്യം, ധാർമ്മിക മൂല്യം സമൂഹത്തിന് നൽകാൻ ഒരു മതത്തിന്, ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ ആ മതത്തിന്റെ പേര് ഇസ്ലാം എന്നും ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുമുള്ളതാണ്. വയനാട് ദുരന്തത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ എങ്ങനെ ഒരു സമൂഹം ഒരു പ്രതിസന്ധിയെ നേരിടണമെന്നുള്ളതിനുള്ള മാതൃകകൾ അനവധി ഈ പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ മദ്രസയിലെ കുഞ്ഞുമക്കളുടെ ഈ പരിപാടികളിലെല്ലാം ഇത്തരത്തിലുള്ള സത്യസന്ധത, ആത്മധൈര്യം, അതുപോലെയുള്ള ധാർമ്മിക മൂല്യങ്ങൾ ചെറുപ്പം മുതലേ എങ്ങനെ പരിപോഷിപ്പിക്കപ്പെടാം, എങ്ങനെ അതിന് സാധ്യമാകുമെന്നാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ മദ്രസയുടെ 47ാം വാർഷികവും വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിന്റെ പ്രസക്തിയുമെല്ലാം എന്ന് സാന്ദർഭികമായി ഉണർത്തി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ മഹത്തായ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂല്യങ്ങളുടെ, ധാർമ്മിക പശ്ചാത്തലങ്ങളുടെ ഇന്നത്തെ ഈ ഒരു മലീമസമായ ചുറ്റുപാടിൽ നമുക്ക് ബോധം നൽകുന്ന വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങളാണ്. തങ്ങളെ ഈ ഇതിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ മഹത്തായ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ നമ്മുടെ മഹല്ല് ഹത്തീബ് അസീസ് ഫൈസി ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ മഹല്ലിന്റെ നേതൃത്വം മൊയ്തുപ്പ സാഹിബ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മഹല്ല് പ്രസിഡന്റ് മുസ്തഫ സാഹിബ്. അങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. ഇത്തരം പ്രോഗ്രാമുകൾ നമ്മുടെ ആവർത്തിക്കുന്നു. ഭൗതിക പാരത്രിക വിജയത്തിന് വളരെ പ്രയോജനമാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാവരെയും മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി, സ്വാഗത കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.